ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു നല്ല നാടൻ മീൻകറി ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിന് ശേഷം 1/4 കപ്പ് കനം കുറച്ചരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1/4 കപ്പ് ഇഞ്ചിയും 1/4 കപ്പ് വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതേപോലെ തന്നെ നന്നായി വഴറ്റി കിട്ടത്തുമില്ല. സവോള നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായി കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും തുല്യ അളവിൽ മിക്സ് ചെയ്തതാണ്. എരിവും കളറും ബാലൻസ് ആകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വഴറ്റി നന്നായിട്ടൊന്ന് വെന്തലിയണം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ സാൽമൺ ആണ് ചേർക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നെയ്യുള്ള മീനാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല മീനിലേക്കൊന്ന് നന്നായിട്ട് ചേരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നമ്മുടെ രുചിക്കനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ടി കുറഞ്ഞ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി 1 കഷ്ണം കുടംപുളിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. കുടംപുളി നേരെ മീൻ കറിയിലേക്ക് ഇടുന്നതിന് പകരം നല്ല ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളവും പുളിയും കൂടി മീനിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങും. പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. മീനിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 കതിർപ്പ് കറിവേപ്പിലയും. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു 1 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.